ഹലോ ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദനെ കാണാതായതിൽ കടുത്ത ദേഷ്യത്തിലും സങ്കടത്തിലുമാണ് രജനി. തൻ്റെ അനിയനെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച് അവൾ അച്ഛനായ സിദ്ധാർത്ഥിനോടും ഗിരീഷിനോടും തട്ടിക്കയറുന്നു. എല്ലാവരും ചേർന്ന് സത്യങ്ങൾ തന്നിൽ നിന്ന് മറച്ചുവെക്കുകയാണെന്ന് അവൾ ആരോപിക്കുന്നു. ഈ സമയത്താണ് MLA ആയ ദേവിക അങ്ങോട്ടേക്ക് വരുന്നത്. രജനി അവൾക്ക് നേരെ തിരിയുകയും എൻ്റെ അച്ഛൻ്റെ ഔദാര്യം കൊണ്ടാണ് നീ MLA ആയത്, എന്നിട്ടും ചന്ദ്രോത്ത് കുടുംബത്തിനു വേണ്ടി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ അനിയനെ കണ്ടെത്താൻ നിനക്ക് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ദേവികയെ പിടിച്ചു തള്ളുകയും ചെയ്യുന്നു. ദേവിക പുറത്തുനിന്ന് വന്ന കുട്ടിയാണെന്നും അവളോട് മോശമായി പെരുമാറുന്നത് തനിക്ക് സഹിക്കുന്നില്ലെന്നും സിദ്ധാർത്ഥ് രജനിയോട് പറയുന്നു. എന്നാൽ ദേവിക താൻ ഈ വീട്ടിലെ കുട്ടി തന്നെയാണെന്ന് പറഞ്ഞ് രജനിയെ തടയുന്നു. ആര് തടഞ്ഞിട്ടും കേൾക്കാതെ രജനി തൻ്റെ അമ്മയായ പ്രഭാവതിയെയും കൂട്ടി നന്ദൻ്റെ മുറി പരിശോധിക്കാൻ കയറുന്നു. ഡയറി എങ്ങനെ കണ്ടെത്തുന്നു? മുറിയിൽ തിരച്ചിൽ നടത്തുന്നതിനിടയിൽ കട്ടിലിൻ്റെ വലിപ്പിൽ നിന്നും നന്ദൻ്റെ ഡയറി രജനിക്ക് ലഭിക്കുന്നു. ആ ഡയറിയിലെ വരികൾ വായിച്ച് രജനി ആകെ ഞെട്ടിപ്പോകുന്നു. പ്രഭാവതി ആ ഡയറി വാങ്ങി വായിക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു: ജീവിതത്തിൽ ഇനി യാതൊരു പ്രതീക്ഷയുമില്ല. കഴുകൻ കണ്ണുകളോടെ ഒരുപാട് പേർ എന്നെ കൊത്തിവലിക്കാൻ ചുറ്റുമുണ്ട്. നന്ദൻ്റെ ഈ ആത്മഹത്യാക്കുറിപ്പ് പോലുള്ള എഴുത്ത് കണ്ട് പ്രഭാവതി കരഞ്ഞുകൊണ്ട് വിവരം സിദ്ധുവിനെ അറിയിക്കാനായി പുറത്തേക്ക് ഓടുന്നു. മറ്റൊരു ഭാഗത്ത് ശാരിക കെവിനോട് വഴക്കിടുകയാണ്. തൻ്റെ ഉറ്റ സുഹൃത്തായ നന്ദനെ കമ്പനിയിൽ നിന്നും കാണാതായിട്ടും കെവിൻ അവനെ കണ്ടെത്താൻ ഒരു ശ്രമവും നടത്തുന്നില്ലെന്ന് ശാരിക കുറ്റപ്പെടുത്തുന്നു. താനും സുഹൃത്തുക്കളും ചേർന്ന് നന്ദനെ ആത്മാർത്ഥമായി അന്വേഷിക്കുന്നുണ്ടെന്നും എന്തെങ്കിലും പോസിറ്റീവ് വാർത്ത അറിഞ്ഞാൽ ആദ്യം ശാരികയെ അറിയിക്കാമെന്നും കെവിൻ ഉറപ്പു നൽകുന്നു. തുടർന്ന് ശാരിക അവിടെ നിന്നും ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നു. ശാരിക പോയതിനു ശേഷം കെവിൻ നേരെ ഇസബെല്ലയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. താൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുന്നുവെന്നും എപ്പോഴും കൂടെ വേണമെന്നും പറഞ്ഞ് ഇസബെല്ല കെവിനോട് ചൂടാകുന്നു. ചന്ദ്രോത്ത് വീട്ടുകാർക്ക് നന്ദന്റെ തിരോധാനത്തെക്കുറിച്ച് ഒരു വിവരവുമില്ലെന്ന് കെവിൻ അവളോട് പറയുന്നു. നന്ദൻ ഒരിക്കലും ഓടിച്ചോടില്ലെന്നും അവനെന്തോ ആപത്ത് പറ്റിയിട്ടുണ്ടെന്നും ഇസബെല്ല ഭയപ്പെടുന്നു. നന്ദൻ എന്തെങ്കിലും സംഭവിച്ചാൽ താൻ ചെയ്തു കൂട്ടിയതെല്ലാം വെറുതെയാകുമെന്നും താൻ തോറ്റുപോകുമെന്നും പറഞ്ഞ് അവൾ വെപ്രാളപ്പെടുന്നു. CPയെ വിളിച്ചു വരുത്തുന്നു. ദേവിക തൻ്റെ പ്ലാനിൻ്റെ ഭാഗമായി കമ്പനിയിലെ CP സാറിനെ വിളിച്ചു വരുത്തുന്നു. നന്ദൻ്റെ ഡയറി പരിശോധിച്ചപ്പോൾ അതിൽ ചിലരെ കൊല്ലുമെന്ന് എഴുതിയിട്ടുണ്ടെന്നും അതിൽ ആദ്യത്തെ പേര് അരുന്ധതി മേഡത്തിൻ്റെതാണെന്നും ദേവിക CPയോട് നുണ പറയുന്നു. അതുകൊണ്ട് അരുന്ധതി മേഡത്തോട് ജാഗ്രത പാലിക്കാൻ പറയാൻ CPയെ ഏൽപ്പിക്കുന്നു. കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് CP നന്ദനെ ദ്രോഹിച്ച കാര്യങ്ങളും ഡയറിയിലുണ്ടെന്ന് ദേവിക സൂചിപ്പിക്കുമ്പോൾ CP ഭയന്ന് ജീവനും കൊണ്ട് അവിടെ നിന്ന് കാർ ഓടിച്ചു പോകുന്നു. എപ്പിസോഡിന്റെ അവസാനത്തിൽ പ്രഭാവതിയും ഭാർഗവിയും ചേർന്ന് നന്ദനെ കുറിച്ചറിയാൻ ഒരു ജ്യോത്സ്യനെ കണ്ട് മടങ്ങി വരുന്നതാണ് കാണിക്കുന്നത്. കൈമലമർത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ജ്യോത്സ്യന്റെ ആശ്വാസവാക്കുകൾ മാത്രമാണ് തങ്ങൾക്ക് താങ്ങുമെന്ന് പ്രഭാവതി പറയുന്നു. മുരളിയോട് പോലീസിന്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും വിവരം ലഭിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്നും കാത്തിരിക്കാമെന്നും അവൻ മറുപടി നൽകുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനം.